അപ്പോൾ ഇന്ന് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പണ്ട് കവിതയിൽ പറഞ്ഞ കഥയിലേക്ക് കേട്ടോ. അപ്പോൾ കഥയുടെ ആരംഭം ഇവിടെ വെച്ചിട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ വീട്ടിൽ നോമ്പ് പറയണ ഒരു കുഞ്ഞു നോമ്പറ. അങ്ങനെ കൂടുതൽ ആളൊന്നുമില്ല. നമ്മുടെ മക്കൾ മരക്കൾ അവർ ബന്ധുക്കാർ അത്രമാത്രം കേട്ടോ, അവർ വീട്ടുകാർ അങ്ങനെ പറയാം, അത്രമാത്രം കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും ഞാനും പൊന്നും മാത്രമേ വന്നിട്ടുള്ളൂ. സൈലൻസ് സ്കൂളുകൊണ്ട് എനിക്ക് വരാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ ഒരു കുറച്ച് കഴിഞ്ഞിട്ട് നോമ്പ് തുറക്കാൻ നേരത്തെ വരും. നമ്മൾ കുറച്ച് നേരത്തെ വന്നിട്ടോ. അപ്പം നമ്മൾ വന്നപ്പോൾ ആരും വന്നിട്ടില്ല, നമ്മളെ കുട്ടികൾ മാത്രം വന്നിട്ട് കേട്ടോ. അപ്പം നമ്മൾ വന്നപ്പോൾ ഇവിടെ പണി ജോറാണ്. 10 ചൂടിൽ സമൂസ ഉണ്ടാക്കൽ ഇങ്ങനെ പണി തിരക്കിട്ടോ. അങ്ങനെ നമ്മൾ സമൂസ ഉണ്ടാക്കാൻ കൂടി കൊടുത്ത്. മെയിനായിട്ട് ഇവിടെ സമൂസ ഉണ്ടാക്കണേ ഇന്നും പൊന്നും ശിബായിട്ട്, സമൂസൻ്റെ ആൾക്കാർ ഇവരായിട്ട്. അപ്പോൾ കുട്ടിമാൾ ഇപ്പുറത്ത് നിന്നുകൊണ്ട് കട്ട്ലേറ്റിലെ മാവൊക്കെ റെഡിയാക്കി കൊടുന്ന് വെച്ചിട്ടോ. അങ്ങനെ അവൾ പറയുന്നത് ഞാനുണ്ടാക്കുക കട്ട്ലേറ്റ്, എൻ്റെ കട്ട്ലേറ്റ് അടിപൊളിയായിരിക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും എന്നൊക്കെ സ്വയം തള്ളിയും കണ്ട് മറിക്കുന്നുണ്ട്. എന്താണെങ്കിലും നോമ്പ് തുറന്നിട്ട് അഭിപ്രായം പറയാം, ഇജനുണ്ടാക്കിക്കോന്ന് പറഞ്ഞിട്ട് നമ്മളവിടുന്ന് വലിയ എസ്കേപ്പ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിച്ചു സമൂസേൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞില്ല, അത് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ സമൂസ പൊരിച്ചാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ സമൂസിൻ്റെ പൊരിക്കലും പരിപാടിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ പത്തിരിൻ്റെ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതെല്ലാം കഴിഞ്ഞപ്പോൾ നമ്മളെ കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. മുട്ടയിലൊക്കെ മുക്കിയ റിസ്ക് ബോഡിയിലൊക്കെ ഓട്ടെ ഇവിടെ സെറ്റാക്കി കൊടുന്ന് വെച്ചിട്ട് ഇനി ഇത് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അടുപ്പത് നല്ല വെയിലുണ്ട്, എന്നാലും കുറച്ചും കൂടെ കഴിഞ്ഞ് ഇതിലാറ് വെയിൽ വരും. അപ്പോൾ പിന്നെ വേഗം പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. കട്ട്ലേറ്റിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് അകത്തൊക്കെ വന്നപ്പോൾ നമ്മളെ കുഞ്ഞുമോളും ഇവിടെ ക്യാറ്റ് ജ്യൂസൊക്കെ ഇവിടെ റെഡിയാക്കി കൊടുന്ന് വെച്ചിട്ട് ഞാൻ അത് ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ അതെല്ലാം കണ്ടുകൊണ്ട് നമ്മൾ മുത്തിരിക്കും. അപ്പോൾ ഓനക്ക് ഒരു പണി വേണ്ടേ. അപ്പോൾ ഓൻ പറഞ്ഞു ഞാൻ എന്തെങ്കിലും ചെയ്യാമെന്ന് ചോദിച്ചാൽ ഓനും വത്തൊക്കെ എടുത്തോണ്ട് കേട്ടോ. അപ്പോൾ വത്തൊക്കെ എന്താ ചെയ്യേണ്ടത് ചോദിക്കുന്നത്. അപ്പോൾ അതിനെ കൊണ്ടും കുറച്ച് വെള്ളമാക്കാം, ക്യാരറ്റ് ജ്യൂസ് പറ്റത്തവർക്ക് അത് തിന്നാലോ വിചാരിച്ചു, അത് കുടിക്കാലോ എന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് നോമ്പറക്കാനായപ്പോൾ എല്ലാം ടേബിളിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ടോ. അങ്ങനെ നോമ്പറും കാര്യം നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർക്കെല്ലാം ഫുഡ് സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മന്തി ഉണ്ടായിരുന്നു, പൊറോട്ട ഉണ്ടായിരുന്നു, പത്തിരി ഉണ്ടായിരുന്നു, ചിക്കൻ ഉണ്ടായിരുന്നു, ബീഫ് ഉണ്ടായിരുന്നു, അങ്ങനെ പല ഐറ്റം ഫുഡ് ഉണ്ടായിട്ടോ. അവർ തിന്നലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിന്നാനേ നിന്നിട്ടോ. ഇനി നമ്മളെ കുട്ടിപ്പട്ടാളം കൊണ്ട് കല പരിപാടി കാണാം. മന്തി തിന്നാൽ വെള്ളം കഴിഞ്ഞു.